ഇന്ന് രാവിലെ കുറച്ച് വൈകിട്ടായിട്ട് നീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ പാട്ടൊന്നും എനിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതായത് 6:15 കഴിഞ്ഞിട്ടുണ്ട്. 6:15 ആകുമ്പോൾ നമ്മുടെ അമ്പലത്തിലെ പാട്ടൊക്കെ ഓഫ് ആക്കൂട്ടാ. അപ്പോൾ ഉപ്പേരിക്ക് ഞാനിതേ കോവയ്ക്കായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് കോവയ്ക്ക് ഉപ്പേരി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കോവയ്ക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതേ കുത്തി മൂപ്പിച്ചിട്ട് തന്നെയായിട്ട് വെക്കണത്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൂടുണ്ട്. അതൊക്കെ നമ്മുടെ ഭാഗത്തിന് കേട്ടോ. ഞങ്ങളുടെ മൂന്നാളിൻ്റെയും ഭാഗത്തിനാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ എരിവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇതേ നന്നായി കോവയ്ക്ക് ഇതേ നന്നായി ഇളക്കി കൊടുത്തിട്ട് പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചു. പിന്നെ നമ്മുടെ തേജുവിന് പപ്പടം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ദിവസമായിട്ട്. അപ്പോൾ അവനുള്ള പപ്പടം കാച്ചി വെക്കുന്നുണ്ട്. പിന്നെ കറി ഇന്നലെ വൈകിട്ട് വെച്ചത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാപ്പി കുടിച്ചതാ കേട്ടോ. കാപ്പി ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. 6:15-6:30 ആകുമ്പോൾ അമ്പലത്തിലെ പാട്ട് നിർത്തിട്ടോ. പിന്നെ ഒരു 7 മണി 7:30 ആകുമ്പോൾ അത് ഇങ്ങനെ വായിക്കും. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കുന്നുണ്ട് ചായക്ക്. അപ്പോൾ അതിൻ്റെ ഇതേ പുട്ടും കുറ്റിക്ക് ഇതേ പൊടിയൊക്കെ ഇട്ടിട്ട് അത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറ്റിയിൽ ഞാൻ പഴം കൂടിയും പുഴുങ്ങിയെടുക്കും കേട്ടോ, ശർക്കരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും ഇതേ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അത് ഉമ്മറത്തെ വാതിൽ തുറന്നോട്ട്. ഇന്ന് ഇപ്പോഴാണ് ഉമ്മറത്തെ വാതിൽ തുറന്നത്. എന്നത്തെയും പോലെ രാവിലെ എനിക്ക് തുറന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളൊക്കെ വാങ്ങിയത് ഇതേ ഞാൻ ഈ സൈഡിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി നടാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിൻഷാട്ടിനും ഇത് രാവിലെ തന്നെ വന്ന് നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മയിലുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും വീടിൻ്റെ ഫ്രണ്ടിൽ മയിലോട് വന്ന് നിൽക്കും. അപ്പോൾ അവറ്റെല്ലാം കൊത്തിപ്പൊളിച്ച് നാശാക്കിയിട്ടുണ്ടോന്നാണ് ഈ വന്ന് നോക്കിയത്. പിന്നെ നമ്മുടെ തേജുവിനെ വിളിക്കാൻ പോയി. അവനെ വിളിക്കാൻ ഇപ്പോൾ കുറേ നേരം എടുക്കൂട്ടാ. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ അവനെ വിളിക്കണമെന്ന് വെച്ചെങ്കിൽ കുറേ നേരം അവൻ്റെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാം ചടുപിടുന്ന തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യാറ്. അങ്ങനെ അവനെയും വിളിച്ചിട്ട് ഇതേ പൂ കാണിച്ചു കൊടുത്തു കേട്ടോ. പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ മുട്ടോടക്കനെയായിരുന്നു കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പൂ ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജുവിന് ഇത് എണ്ണയൊക്കെ പരട്ടി കൊടുത്ത് തലയിലും മേത്തും ഇതേ മൊത്തത്തിൽ എണ്ണയൊക്കെ പരട്ടി കൊടുത്ത് കുളിപ്പിക്കാൻ നോക്കുക കേട്ടോ. വിൻഷേട്ട ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കും കാര്യങ്ങളൊക്കെ വിൻഷേട്ടനും കൊളുത്തുന്നുണ്ട്. പിന്നെ തേജുവിൻ്റെ ഈ മുണ്ടെടുത്ത് വന്നിട്ടുള്ള തൊഴൽ കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുണ്ടഴിഞ്ഞ് പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് കഴിക്കാൻ നമ്മുടെ പഴം പുഴുങ്ങിയതും പുട്ടൊക്കെ കൂടി കൊടുത്തു. കുട്ടി അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലേക്ക് പോകാനാണ് ഈ പുറപ്പെടിയിരിക്കണത്. യൂണിഫോമും കാര്യമൊക്കെ ഇട്ട് കൊടുത്ത് ക്രീമൊക്കെ തേച്ച് മുടിയൊക്കെ ചീകി കൊടുത്തിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പം ഇറങ്ങണ നേരത്തെ വിൻഷേട്ട് എപ്പോഴും ഉമ്മ ചോദിക്കും. അപ്പോൾ തേജുവിന് ഉമ്മ കൊടുക്കാൻ ഭയങ്കര നാണാ വിൻഷേട്ടിന്. എനിക്കാണെങ്കിൽ എത്ര ഉമ്മ വേണമെങ്കിലും തരും കേട്ടോ. അപ്പോൾ വിൻഷേട്ടിന് കുറച്ച് അകലം പാലിച്ചിട്ട് ഇതേ നീങ്ങി നിന്നിട്ട് പ്ലെയിൻ കേസായിട്ടോ കൊടുക്കണത്. പിന്നെ വിൻഷേട്ടൻ വിളിക്കുന്നുണ്ട്. ഒരു ഉമ്മ തന്നു പോടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടിക്ക് പാവം തോന്നിയിട്ടാ തോന്നുന്നു. പിന്നെ ഓടി വന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ നമ്മൾ ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ അവന് ഗേറ്റ് തുറക്കാൻ അങ്ങനെ കയ്യെത്തി തുടങ്ങി. അപ്പോൾ അത് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ തേജുവിന് ഗേറ്റൊക്കെ തുറക്കാൻ കയ്യെത്തി തുടങ്ങിയല്ലോ, നീളം വെച്ചില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ വണ്ടിയൊക്കെ വന്നപ്പോൾ കുട്ടി ഇതേ കയറിപ്പോയിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.